الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان ما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم توسلت بالحي القيوم الذي لا يموت أبدا دفعت عن السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صدق الله العلي العظيم കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫുസ് സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നുകൊണ്ട് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായി സൃഷ്ടാവിന്റെ സംതൃപ്തിയിലും റിളയിലുമായി ജീവിച്ച് നല്ലവരോടുകൂടെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇന്ന് നമ്മിൽ നിന്നും വിട പറയുകയാണ്. മാനവതലങ്ങളിൽ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മഹിതമായ സന്ദേശം പകർന്നു നൽകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ വ്യക്തിപ്രഭാവത്തെ പറ്റി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്കൃഷ്ടമായ വ്യക്തി ജീവിതത്തെ പറ്റി, അവിടുത്തെ ദർശനങ്ങളെയും ചിന്താധാരകളെയും മീമാംസകളെയും തത്വസംഹിതകളെയും എല്ലാം ലോകം കണ്ട വിശ്വവിഖ്യാതരെന്ന് വാനോളം പുകഴ്ത്തപ്പെട്ട ഇതിഹാസങ്ങളായ ആളുകൾ വാഴ്ത്തിപ്പറഞ്ഞത് കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞു. ഇബ്നെ പോലെയുള്ള ചരിത്രകാരന്മാർ അവരെല്ലാം പറഞ്ഞ പുണ്യപ്രവാചകരുടെ വ്യക്തിത്വത്തെ പറ്റി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രപഞ്ചത്തിന്റെ ലോകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് എങ്ങനെയാണ് സ്നേഹിച്ചത്? കാരണം
സഹാബത്ത് എന്താണോ ചെയ്തത് അത് ഫോളോ ചെയ്യാനാണ് റസൂൽ നമ്മളോട് പറഞ്ഞത്. അസ്ഹാബി കല്ലുജു, എന്റെ സഹാബത്ത് താരക തുല്യരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റുവാൻ, എന്നാൽ നിങ്ങൾ ഹിദായത്ത് സിദ്ധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെ സ്നേഹിച്ചു അതുപോലെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്. എല്ലാവർക്കും എഴുത്തുകാരാവാൻ കഴിയില്ല. അത് അല്ലാഹു കൊടുക്കുന്ന, ചിലർക്ക് മാത്രം കൊടുക്കുന്ന കഴിവാണ്. എല്ലാവർക്കും കവികളാവാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ കവിതയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെ കഴിച്ചു വിടുന്നത് ഓടും. കാരണം അത് പ്രത്യേകമായി പടച്ചവൻ കൊടുക്കുന്ന ഒരു കഴിവാണ്. നിമിഷ കവികളുണ്ട്. ഒരാളവിടെ കണ്ടപ്പോൾ അയാളെ പറ്റി വർണ്ണിച്ച് പാടാൻ കഴിവുള്ളവർ, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ആ സ്ഥലത്തെ പറ്റി വർണ്ണിച്ച് പാടാൻ കഴിവുള്ളവർ, അത് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. ഇതുപോലെ നന്നായി റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തില് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഖതീബുൽ അൻസാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെടിപ്പേര് തന്നെ. അൻസാരികളുടെ കൂട്ടത്തിലെ പ്രഭാഷകൻ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ നേരത്തെ വരും. ഒരു ദിവസം പള്ളിയിൽ കാണുന്നില്ല, പിറ്റത്തെ വക്തിലും കാണുന്നില്ല. അപ്പൊ നബിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിതങ്ങൾക്ക് എല്ലാവരെയും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമുക്കെന്നൊക്കെ പറഞ്ഞ പള്ളിയിൽ വരെ എല്ലാവരും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. നബിതങ്ങളും സഹാബത്തും അത്രയും ബന്ധമായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബിയെ പള്ളിയിൽ കാണാതെ വന്നപ്പോൾ നബിതങ്ങൾ അന്വേഷിച്ചു. ഇന്നാണ് ഇവിടെ പോയി, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. നബിതങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു അത്. കൂട്ടുകാരൊക്കെ കാണാതാവുമ്പോൾ നമ്മൾ പരസ്പരം തിരക്കണം. എന്ത് പറ്റി, ഫോൺ വിളിച്ച് ചോദിക്കണം. 2 ദിവസമായില്ലോ കണ്ടിട്ട്, എന്താ പറ്റിയത്, അവരൊരു അസുഖവും പിടിപെട്ടോ അല്ലെങ്കിൽ വല്ല പ്രയാസമുണ്ടോ, നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുകയാണെന്നതുപോലെ ഫോണില്ലല്ലോ, മൊബൈലില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വീട്ടിലേക്ക് വിടുകയാണ്. അങ്ങനെ സഹാബി ഹബീബായ മുത്തുനബിയോട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, സാബിത്തെ എന്താ നിനക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, നബിയേ, കഴിഞ്ഞ ദിവസം വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഇറങ്ങിയല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ ولا تجهروا بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഈ ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ചെവിക്കൽപ്പം കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുമ്പോ അല്പം ശബ്ദം ഉയർന്നു പോകാറുണ്ട് നബിയേ. എന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമായപ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വരുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത്, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ താഴ്ത്തണേ. നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ ഉയർത്തി സംസാരിക്കരുത്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ, ഉസ്താദുമാരോട് സംസാരിക്കുമ്പോ, കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കാറില്ല. ബഹുമാനത്തോടെ സംസാരിക്കും. ഇതുപോലെ ഹബീബായ തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഉറക്കെ സംസാരിക്കല്ലേ. വലാ തജറൂ ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കല്ലേ. വലാ തജ്ഹറൂ ബിൽ ഖൗലി കജഹരി ബഅദികും, നിങ്ങൾ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കണേ. അന്തഹബത അഅമാലുകും, അല്ലെങ്കിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അത് പൊളിച്ചു കളയും. നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം വിഫലമായി പോകും. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ യാ റസൂലല്ലാഹ്, ഞാൻ ചിന്തിച്ചു പോയി. ചെവി കേൾക്കാത്തവനായതുകൊണ്ട്, അല്പം ശബ്ദത്തിന് ഉയർച്ച കൂടിപ്പോയവനായതുകൊണ്ട് സംസാരിക്കുമ്പോ
ശബ്ദം ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് അതപകേടായി പോകുമോ നബിയേ? എന്റെ അമലുകൾ ബാത്തിലായി പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരാത്തത് നബിയേ. അവിടുത്തെ സമീപത്ത് വരുമ്പോ, അവിടുത്തെ പള്ളിയിൽ വരുമ്പോ ഞാൻ പ്രസംഗിക്കുന്നവരായതുകൊണ്ട് ഹബീബായ തങ്ങളെ അവിടുന്ന് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്റെ ശബ്ദമെങ്ങാനും ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് അതപകേടാകുമോ? ഈ ഖുർആനിന്റെ ആയത്തിനെതിരാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, യാ സാബിത്ത് ലസ്ത മിൻഹും, നീ ആ കൂട്ടത്തിൽ പെട്ടവരല്ല. കാരണം മനഃപൂർവ്വം നീ ഉച്ചത്തിൽ സംസാരിക്കുന്നവനല്ലോ, അറിയാതെ നിന്റെ ശബ്ദം ഉയർന്നു പോകുന്നതല്ലേ സാബിത്തേ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അമാ തർദാ അൻ തഈശ ഹമീദാ. മൂന്ന് കാര്യങ്ങൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു. അമാ തർദാ, നീ ആഗ്രഹിക്കുന്നത് അൻ തഈശ ഹമീദാ, സ്തുത്യർഹനാകാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്തുതിക്കപ്പെടുന്നവനാകാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? അല്ലാഹു തആല അത് നിനക്ക് നൽകട്ടെ, അതല്ലാഹു നിനക്ക് നൽകുമെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. രണ്ടാമത് വതുഖ്തല ഷഹീദാ, നീ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയിട്ട് ഷഹീദാകണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? അത് നിനക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞവിടുന്ന് ദുആ ചെയ്യുന്നു. വതദ്ഖുലുൽ ജന്ന, മൂന്നാമത് നീ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാനല്ലേ? അല്ലാഹു അതും നൽകുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ കടന്നു വന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. അല്പം മാന്ത്രിക വിദ്യയും എല്ലാം ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രൂപത്തിലുള്ള കൺകെട്ട് വിദ്യയെല്ലാം പഠിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വന്നിരുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. അദ്ദേഹം ഒരു മുട്ടയെടുത്തുകൊണ്ട് അത് കുപ്പിയിലാക്കുന്ന ഒരു സൂത്രമാണ് ആദ്യമായി കൊണ്ടുവന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കണ്ണിന്റെ കാഴ്ച പോയ ആളുകൾക്കൊക്കെ, ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഊനീരെടുത്തുകൊണ്ട് പുരട്ടി കൊടുത്തപ്പോൾ കണ്ണിന് കാഴ്ച വന്നു. അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാള്, ഈ വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ ഇയാൾ പിടിച്ചിട്ട് തടവി കൊടുത്തു. അപ്പൊ മറ്റേ കണ്ണിന്റെ കാഴ്ച കൂടി പോയി. ആദ്യം ഒരു കണ്ണിനെ കാഴ്ച പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മറ്റേ കണ്ണിനെ കാഴ്ച പോയി. ഇന്നത്തെ ചില ആത്മീയ ആളുകളുണ്ടല്ലോ, ഔലിയായിട്ട് ചമഞ്ഞു വരുന്ന തങ്ങന്മാരല്ലാത്ത വരുന്ന തങ്ങന്മാരായി വരുന്ന കാലഘട്ടമാണ്. വൈദ്യ ഷെയ്ഖിന്റെ ആണ്ട് കടന്നവരാണ്. അവിടത്തൊക്കെ ജീവിച്ചതെന്ന് പറഞ്ഞാല് അവരൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളായിരുന്നു. ഇന്ന് അവരുടെ പേര് പറഞ്ഞിട്ട് കുറെ കള്ളന്മാരിൽ ഇറങ്ങിപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ വന്ന ഒരാളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. മണ്ണിന്റെ മക്കൾ എന്ന് പറയുന്ന വാദം ആദ്യമായി കൊണ്ടുവന്നത് അയാളായിരുന്നു. മുഹമ്മദ് മക്കയിലെ പ്രവാചകനാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഓരോ നാട്ടിലും അവിടെ പ്രവാചകന്മാരുണ്ടാകും. ഈ മണ്ണിലെ, ഈ നാട്ടിന്റെ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് പടച്ചവൻ എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകനായിട്ടാണ് ഇയാൾ വന്നത്. അയാളുമായിട്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അപ്പോ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്നുകൊണ്ട് ഷഹീദായി പോവുകയാണ്. അദ്ദേഹത്തിന് നബിതങ്ങൾ ദ്വാരത്തതുപോലെ എവിടെ ചെന്നാലും പ്രത്യേകമായ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായി പോയി. കിതാബുകളിൽ കാണാം, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്ന സമയത്ത് മരിച്ചുപോയ ആളെയാണ് കാണുന്നത്. സ്വപ്നം നല്ലതുണ്ട്, അല്ലാത്തതുണ്ട്, തള്ളേണ്ടതുണ്ട്, കൊള്ളേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം തന്നെ സ്വപ്നത്തിലൂടെയാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹം സ്വപ്നം കാണാൻ എന്താ കാണുമെന്നറിയോ? ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഒരു പടയങ്കി ഉണ്ടായിരുന്നു, വില കൂടിയ ഒരു പടങ്കിയായിരുന്നു. അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അത് കട്ടുകൊണ്ടുപോയി. ആ മരിച്ച ആക്കിരിക്കും, ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അതങ്ങ് എടുത്തുകൊണ്ട് പോയി. നമ്മൾ ശ്രദ്ധിക്കണം, മരിച്ച ആളുകളുടെ സ്വത്ത് അനന്തരാവകാശികൾക്കുള്ളതാണ്. അല്ലാതെ അയാൾക്ക് ഇനി ആവശ്യമില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ കിടക്കണ വാച്ച് അല്ലെങ്കിൽ അയാളുടെ പോക്കറ്റിൽ കിടക്കണ പൈസ തടിച്ചുകൊണ്ടുപോകരുത്. പല സ്ഥലത്തും ആക്സിഡന്റിലൊക്കെ പെട്ട ആൾക്കാര് പിന്നെ ആ വണ്ടിയിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണില്ല. ഒസി കിട്ടിയ ഓയിൽമെന്റും തിന്നുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്.
പല ആളുകളുടെ അക്കും പാത്തിനൊന്നുമില്ല, എങ്ങനെങ്കിലും എവിടെന്നെങ്കിലും ആരെ പറ്റിച്ചിട്ടാലും ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അപ്പോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ പടയങ്കി ഉണ്ടായിരുന്നു. ആ പടയങ്കി എന്ത് ചെയ്തു? കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അത് ഇന്ന സ്ഥലത്ത് അയാളുടെ വീട്ടില് ഒരു ചെടിച്ചട്ടിയുണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചട്ടിയുണ്ട്, അതിൻ്റെ അടിയില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇദ്ദേഹം ചെന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തെരച്ചിൽ നടത്തിയിട്ട് ആ പടയങ്കി അങ്ങ് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ പടയങ്കി വിറ്റുകൊണ്ട് ആ കടം തീർക്കണമെന്ന് അറിയിച്ചു. സ്വപ്നത്തിലൂടെയാണെങ്കിലും വസിയത്ത് സ്വപ്നത്തിലൂടെ നടപ്പാക്കിയ ഏക വ്യക്തി മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് ചരിത്രത്തിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു സഅദ് പോലെയുള്ള തബഖാത്തിൽ എഴുതിയ മഹാനായ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാത്മാക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. പ്രിയപ്പെട്ടവരെ, അപ്പോ ആ മഹാനവറുകൾക്ക് വേണ്ടി നബി തങ്ങൾ 3 കാര്യം ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല റാഹത്താണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം എനിക്ക് കിട്ടി എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ബിൽ ഖൗലി കജഹരി ബഅദികും അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇന്ന് റൗദ ശരീഫിന്റെ ചാരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയുടെ ആ പുണ്യമായ ഭൂമിയിൽ ചെന്നാൽ റൗദ ശരീഫിന്റെ ചാരത്ത് സുന്ദരമായിട്ട് ഈ ആയത്ത് എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സഹാബത്ത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇന്നി ഉഹിബ്ബുക. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനത്ത് വന്നു. റസൂലുള്ളാഹി തങ്ങളെ അടുക്കൽ വന്നിട്ട് ഷഹാദത്തിന്റെ വചനങ്ങൾ ചൊല്ലിയിട്ട് മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു നബിയെ. നബി തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅമൻ അഹബ്ബ. നീ ആരെയാണോ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണെന്ന് നബി തങ്ങൾ പറയുകയാണ്. വിദഗ്ധകാരനോടാണോ സഹവാസമുള്ളത്, അവരെയാണോ സ്നേഹിക്കുന്നത്, അവരോടൊപ്പമായിരിക്കും നാളെ ഉണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശുദ്ധമംഗത്തരത്തിന്റെ വാക്താക്കളായ ആളുകളെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവരോടൊപ്പമായിരിക്കും ഉണ്ടാവുക. അതല്ല, സച്ചരിതരായ സലഫു സ്വാലിഹീൻ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പ്രവാചകന്മാരെയും അമ്പിയാക്കളെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരോടൊപ്പമായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന് ബോധമില്ലാത്ത നബി തങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വന്നുകൊണ്ട് വിളിക്കണം. നബി തങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ബോധം വന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതും നബി തങ്ങൾ വിളിക്കാൻ പറഞ്ഞതും അദ്ദേഹത്തോട് കുടുംബക്കാർ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം ഈ ലോകത്ത് നിന്നുകൊണ്ട് വിട പറയാൻ സമയമായിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ആ സഹാബി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇപ്പോൾ വിളിക്കണ്ട, കാരണം രാത്രി സമയമാണ്. നബി തങ്ങൾ എങ്ങാനും വരുന്ന സമയത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഏൽക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വല്ല ഇഴജന്തുക്കൾ റസൂലുള്ളാഹിനെ ആക്രമിക്കുമോ എന്ന് കരുതിയിട്ട് നബി തങ്ങൾ വിളിക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും ഈ സഹാബി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞിട്ട് നബി തങ്ങൾ വന്നു. അല്ലാഹുവിന്റെ റസൂൽ ദ്വാരന്ന് കൊടുക്കുകയാണ്. എന്തേ നിങ്ങൾ വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങളെ അദ്ദേഹം വിളിക്കണ്ട എന്നാ പറഞ്ഞത്, ഹബീബായ തങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ ദുആയാണ്, അല്ലാഹുമ്മ ദൽഖത്തുൽ ഹതം
അല്ലാഹുവേ പടച്ചവനെ എന്റെ തൽഹത്തിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ തൽഹത്ത തൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. അദ്ദേഹത്തെ നീ കാണുന്ന സമയത്ത്, അദ്ദേഹത്തെ നീ അഭിമുഖീകരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തെ കാണുമ്പോൾ റബ്ബേ നീ പുഞ്ചിരിക്കുകയും അദ്ദേഹം നിന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നീ ഉണ്ടാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കളക്ഷൻ കൈപ്പിരിവാണ്. ഇന്ന് അസ്ർ നമസ്കാരം നമ്മുടെ മീലാദുർ റസൂലിന്റെ പരിപാടി നല്ല റാഹത്തായി നമ്മുടെ ഈ ഹൈറേഞ്ചിലെ ഈ അടിമാലി മേഖലയിലെ മുഴുവൻ മഹല്ലുകളിലെ ആളുകൾ കൂടിയിട്ട് നടത്തും. നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് പരിപാടി, സ്റ്റേജ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പിരിവാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ആ രൂപത്തിൽ സഹായിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിപാടിയാണല്ലോ, അത് എത്ര കൊടുത്താലും നമുക്ക് കുറവാകുകയില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ നബി തങ്ങളുടെ മദ്ഹിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ കാര്യമായി തന്നെ എല്ലാവരും സഹകരിക്കും. അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ആ രൂപത്തിലായിരുന്നു സ്നേഹിച്ചിരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങൾക്ക് പനി പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് സുഖമില്ലാതായി എന്നറിഞ്ഞപ്പോ അബൂബക്കറിനും സുഖമില്ലാതായി. അങ്ങനെയായിരുന്നു നബി തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അബൂബക്കർ പിന്നെ ഉറങ്ങാൻ പറ്റൂല. ബദറിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഉറങ്ങിയില്ല. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഇനി അങ്ങ് കരയരുത് നബിയേ, നബിയേ അങ്ങ് വിഷമിക്കേണ്ട നബിയേ, അല്ലാഹു തആല നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വാന്തനത്തിന്റെ സുന്ദരമായ തിരുനാളം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ കൊടുത്തെങ്കിൽ ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖിനും സുഖമില്ലാതാവുകയാണ്. സിദ്ദീഖിനും പനി പിടിക്കുകയാണ്. സിദ്ദീഖ് ഇങ്ങനെ വിഷമിച്ച് വീട്ടിൽ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പനി മാറുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖിന്റെ അടുക്കലേക്ക് ചെന്നു. സിദ്ദീഖിന്റെ സന്തോഷമായി. സിദ്ദീഖ് അവിടെ നിന്നുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഒരൊറ്റ കവിതയെ ആലപിക്കുകയാണ്. മരിയൽ ഹബീബു فمرضت من أسفي عليه مرض الحبيب فعدته فمرضت من أسفي عليه شفي الحبيب فزارني فشفيت من نظري إليه. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരിവൽ ഹബീബു ഫഉദ്തുഹു, എൻ്റെ ഹബീബിനെ പനി പിടിച്ച സമയത്ത് ഫമരിൽതു മിൻ അസ്ഫി അലൈഹി, എനിക്കും സുഖമില്ലാതെയായി. ആ നബി തങ്ങൾ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നിദ്രി, ആ നബി തങ്ങളുടെ അസുഖം മാറി. അല്ലാഹുവിന്റെ റസൂൽ എന്നെ സന്ദർശിച്ചപ്പോൾ എൻ്റെ അസുഖവും മാറി എന്ന് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ പിൻപറ്റൽ മാത്രമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. നിസ്കരിച്ചാ മതി, നോമ്പ് നോറ്റാ മതി, വേറെയൊന്നും വേണ്ട. റസൂലുള്ളാഹിന്റെ മൗലിദ് എന്തിനാ ചെല്ലുന്നത്? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് പ്രത്യേകമായ ഒരു സന്തോഷം എന്തിനാ എന്ന് ചോദിക്കുന്നവര്, റസൂലുള്ളാഹിന്റെ പേരിൽ റാലി നടത്തുന്നത് എന്തിനാ എന്ന് ഈ വർഷവും എന്നെ വിളിച്ച് ചോദിച്ച ആളുകളുണ്ട്. ആ പൈസയും കൂടെ വല്ല പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? പ്രിയപ്പെട്ടവർ, അത് ചെയ്യണം നമ്മൾ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം റബീഉൽ അവ്വലിന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയെ നമുക്ക് കെട്ടിച്ചയക്കണം, യതീമിനെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ ഇവരോ വർത്താനൊക്കെ പറയും. ചെന്നാൽ അവരടുത്ത് പറയണം, എന്നാ നീ 1 ലക്ഷം രൂപ എഴുതാട്ട്. അത് പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് കാശില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഒഴിവാകും, ഒന്നിനും സഹകരിക്കൂല. എന്നിട്ട് വലിയ വർത്താനം അങ്ങോട്ട് പറയും. ഇങ്ങനെ കുറെ ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ. അതും വേണം ഇതും വേണം. ഇതായിരുന്നു സഹാബത്ത് പഠിപ്പിച്ചത്. നബി തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് അവരിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത് സഹോദരങ്ങളെ. അബൂ മഹ്ദൂറ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ തലപ്പാവിന്റെ ഉള്ളില് നീണ്ട മുടിയായിരുന്നു, മുടി വെട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, അമാ തഹ്ലികുഹാ, എന്താ നിങ്ങൾ മുടി വെട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വകൈഫ അഹ്ലികുഹാ വഖദ് മസ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ തലയിൽ നബി തങ്ങൾ ഒരിക്കല് എന്റെ മുടിയിൽ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ തലോടി. അപ്പൊ ആ മുടി എങ്ങാനും വെട്ടിപ്പോകുന്ന സമയത്ത് ഇപ്പൊ വളർന്നപ്പോ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതെങ്ങാനും മുറിഞ്ഞു പോകുമോ, റസൂലുള്ളാഹി തങ്ങൾ തടവിയ ആ സ്ഥലത്ത് മുടിയെങ്ങാനും മുറിഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ടാ ഞാൻ മുടി വെട്ടാത്തതെന്ന് പറഞ്ഞ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മഹാത്മാക്കൾ, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, സൈഫും മിൻ സുയൂഫില്ലാ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹുവിന്റെ വാളാണെന്ന്. ഖാലിദ് ഏതെങ്കിലും ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞാൽ ആ യുദ്ധം വിജയിക്കാതെ വന്ന ചരിത്രമില്ല. അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ യുദ്ധത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ തന്റെ തൊപ്പി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. തൊപ്പി താഴെ വീണുപോയി. ആ തൊപ്പി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ അതങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? ഹശീതു അൻ ഉഹറമ ബറക്കതഹാ, ആ തൊപ്പിക്ക് അടിയിലെ തൊപ്പിക്ക് ഉള്ളിലെ റസൂലുള്ളാഹി തങ്ങളുടെ ഷഅർ, നബി തങ്ങളുടെ മുടി ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മുടി എങ്ങാനും നഷ്ടപ്പെട്ടു പോകുമോ, ശത്രുക്കളുടെ കയ്യിലെങ്ങാനും അത് കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അത് തെരഞ്ഞു നടക്കുന്നതെന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം സഹാബത്തിന് എത്രമാത്രമായിരുന്നെന്നറിയുമോ? ഉസാമത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വൃദ്ധനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു ഖദീജ ബിവിയോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം നബി തങ്ങൾ അടിമത്തത്തിൽ നിന്നുകൊണ്ട് മോചിപ്പിച്ചു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു, ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ സഹാബിയുടെ മകൻ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുത്തു. തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനും കൊടുത്തു. അപ്പോൾ ചോദ്യം വന്നു, കാരണം സെയ്ദിന്റെ മകനായ ഉസാമക്ക് കൊടുത്ത അത്ര അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് കൊടുത്തില്ല. അപ്പൊ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയോ? എന്നെക്കാൾ കൂടുതൽ എന്റെ റസൂലുള്ളാഹി സ്നേഹിച്ചത് ഉസാമയായിരുന്നു. കാരണം റസൂലുള്ളാഹി തങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന സെയ്ദ്, റസൂലുള്ളാഹിയുടെ ഖാദിമായിരുന്ന സെയ്ദ്, ആ സെയ്ദിന്റെ മകനായ ഉസാമയോട് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മോനെക്കാളും കൂടുതൽ ഞാൻ പരിഗണന നൽകുന്നത് ഉസാമക്കാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സഹാബത്ത് സ്നേഹിച്ചതുപോലെ നമ്മൾ ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നബി തങ്ങളുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ സ്വഭാവത്തെ നമ്മൾ പിൻപറ്റുന്നതോടൊപ്പം മദീനയുമായിട്ട് വലിയ ബന്ധമുള്ളവരായിട്ട് നമ്മൾ മാറണം. മദീനയെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. കാരണം മഹാന്മാരായ ആളുകൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, പടച്ചോനെ ഞങ്ങൾക്ക് മദീനയോട് നീ ഹുബ്ബ് നൽകണേ റഹ്മാനേ, കമാ അഹ്ബബ്ത ഇലൽ മക്ക, പടച്ചവനെ നീ മക്കയെ സ്നേഹിച്ചതുപോലെ മദീനയോട് ഞങ്ങൾക്ക് സ്നേഹം തരണേ എന്ന് ദുആ ചെയ്തിരുന്ന മഹാത്മാക്കളെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. ആ മദീനത്ത് പോവുക അല്ലാഹു നമുക്ക് ഒരുപാട് തവണ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന് പ്രത്യേകം പറയാൻ കാരണം, മക്കയിൽ പോകും, ഹജ്ജ് ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ മദീനത്തേക്ക് പോകാതെ തിരിച്ചു വരുന്ന എത്രയോ ആളുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ച നാട്ടിൽ പോകാതെ, നബി തങ്ങളുടെ പള്ളിയിൽ പോകാതെ, നബി തങ്ങളെ സിയാറത്ത് ചെയ്യാതെ വരുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നബി തങ്ങളെ സ്നേഹിച്ച നാടിനെ സ്നേഹിക്കൽ, അൽ-ഈമാനു യഅ്ലിസു ഇലൽ മദീനതി കമാ തഅ്ലിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ മുഅ്മിനിന്റെ ഈമാൻ മദീനയിൽ മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വിട പറയുന്ന റബീഉൽ അവ്വലിന്റെ ഈ 30ാമത്തെ ദിവസത്തിലെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ ജീവിതം അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തിലായിരിക്കണം. നബി തങ്ങളോടുള്ള സ്നേഹം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ നബി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടത്തോടുള്ള ഇത്തിബാഅ് മാത്രമല്ല, നബി തങ്ങളുടെ സുന്നത്ത് പിന്തുടരിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ധാരാളം സ്നേഹം വരണം. കാരണം നബി തങ്ങളുടെ കാലത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ,
അബ്ദുള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ തമാശകൾ പറയുന്ന വ്യക്തിയായിരുന്നു, നബി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് വന്നു. അങ്ങനെ കള്ളു കുടിച്ചവന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവനാണ്, അള്ളാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതിനു മുമ്പും 2-3 തവണ ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയെ ഇതേ കേസിൽ പിടിക്കപ്പെട്ട ആളാണ്. അപ്പോ ഈ സഹാബി എഴുന്നേറ്റ് നിന്ന് അള്ളാഹിന്റെ ശാപം ഉണ്ടാകട്ടെ, 2-3 തവണ റസൂലുള്ള വാണിംഗ് കൊടുത്തതാണല്ലോ, എന്നിട്ടും ഇപ്പോഴും ആ പണിയുമായി നടക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ശപിച്ചപ്പോ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ പറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അദ്ദേഹം അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും സ്നേഹിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെടില്ല എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നബി തങ്ങളെ സ്നേഹിച്ച് ധാരാളം സ്വലാത്തുകൾ അവിടുത്തെ പേരിൽ ചൊല്ലി അവിടുത്തെ മഹബത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മിലാദ് പരിപാടി നടക്കുമ്പോൾ അടിമാലി മേഖലയിലുള്ള മുഴുവൻ മഹല്ലത്തിൽ നിന്നുകൊണ്ട് ആളുകൾ വരുമ്പോൾ അവിടെയൊക്കെ പള്ളികളിൽ മഗ്രിബിനും നിശാക്കും ചെന്നുകൊണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് പല മഹല്ലിൽ നിന്നുകൊണ്ടുള്ള DKLM-ന്റെയും അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും അതുപോലെ സ്വാഗത സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ ചെന്നുകൊണ്ട് അവിടെ പോയി അവിടെ ക്ഷണിച്ച സമയത്ത് ഓരോ മഹല്ലിൽ നിന്നും ഞങ്ങൾ 2 ബസ് ആളുണ്ടാകും, ഞങ്ങൾ 300 ആളുകൾ ഇവിടെ നിന്നുണ്ടാകും എന്നൊക്കെ ചെല്ലിയാമ്പാറ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അവര് ഉറപ്പ് നൽകിയതാണ്. അവര് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ദുഃഖത്തോടെ ഉണർത്തുകയാ. ആ ഒരു സ്വഭാവം ഉണ്ടാവരുത്. നമ്മുടെ പരിപാടിയാണ്, അവിടെ നമ്മൾ ഗ്രൂപ്പോ മറ്റൊന്നും നോക്കണ്ട. മീലാദ് റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും പരിപാടിയാണ്, നമ്മുടെ റസൂലുള്ളാഹിയുടെ പരിപാടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും ഇന്ന് ഇൻഷാ അല്ലാഹ് അഷ്റഫി മുഖ്യപ്രഭാഷണം നടത്തും. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, സമകാലിക വിഷയങ്ങളിലൊക്കെ നന്നായി അദ്ദേഹം വിഷയാവതാരം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാകും. അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നല്ല ഇത്രയും മഹല്ലിന്റെ കൂട്ടായ്മയിലുള്ള നല്ല വിപുലമായ രൂപത്തിലുള്ള റാലിയുണ്ട്, അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ വൈകിട്ടുള്ള പൊതുസമ്മേളനം, ആ പരിപാടികളിലൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെയും കുടുംബാദികളെയും ഒക്കെ പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ആരും അതിൽ നിന്ന് മാറി നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീലാനി ദിനം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയാണ്, അടുത്ത ഞായറാഴ്ച. അപ്പോൾ നമ്മൾ അത് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കും. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവര് നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ടോ ഇല്ലേ, അവരുടെ മദ്ഹ് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം, ഇൻഷാ അല്ലാഹ് അതൊക്കെ അടുത്ത ആഴ്ച പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതിൻ്റെ ആ പരിപാടിയിലേക്ക് പല ആളുകളും ഭക്ഷണത്തിലേക്ക് ആട് സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്, 15ഓളം പേരാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ആളുകളൊക്കെ ആ വിഷയവുമായും പ്രത്യേകമായിട്ട് ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിപാടികളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ജുമുഅക്ക് ശേഷം വാഹനങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ പള്ളി പരിസരത്ത് ഇടരുത്. കാരണം റാലിയും മറ്റൊക്കെ നടക്കാനുള്ളതാണ്. ചിലർ വണ്ടിയിട്ടിട്ട് പോകും, പിന്നെ ചിലപ്പോൾ വേറെ എവിടെയൊക്കെ പോയിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് എടുക്കുക. അപ്പോൾ ബ്ലോക്ക് വരും. അതുകൊണ്ട് ആ വിഷയം നമുക്ക് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാകാൻ വേണ്ടി, പുതിയ വാഹനത്തിൻ്റെ വർക്കത്തിന് വേണ്ടി ദ്വാരക്കാൻ, അതുപോലെ അസുഖം മൂലം ഹോസ്പിറ്റലിൽ ഒരു സഹോദരി പ്രയാസത്തിൽ കഴിയുകയാണ്, അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാ സ്വതക്കകളും സ്വീകരിക്കുമാറാകട്ടെ. പുതുതായി എടുത്ത വാഹനത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പലരും പല വിഷമങ്ങൾ അകപ്പെട്ടുകൊണ്ട് പ്രയാസത്തിലാണ്, ഈ സലാമത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരികമായ പ്രയാസങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഞങ്ങളുടെ മഹല്ലത്തിലുള്ള റബ്ബേ, എല്ലാവർക്കും ഈ സലാമത്തിന്റെ പാത നൽകണേ അല്ലാഹ്.
അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈമാൻ നീ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ മരണങ്ങൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പടച്ചവനെ ലബനാനിൽ അതുപോലെ പല സ്ഥലങ്ങളിലും പാവങ്ങളായ ആളുകൾ പ്രയാസം കഴിയുകയാണ്. യുദ്ധത്തിന്റെ ഭീകരതയിൽ ലോകം കഴിയുകയാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഖൈറിന്റെ പരിഹാരം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ നമ്മുടെ വയനാട് ദുരിതബാധിതർ അതുപോലെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.